എല്ലാവർക്കും ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ടൈമാണ്. നമ്മുടെ ഹിസ്റ്ററിയും മലയാളവും പൊളിറ്റിക്കൽ സയൻസും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് അടുത്ത എക്സാം. അത് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യോളജി കൂടി ഉണ്ട്. അപ്പോൾ മലയാളം നിങ്ങൾക്ക് നല്ല എളുപ്പമായിരുന്നു, പക്ഷേ ഹിസ്റ്ററി നിങ്ങൾക്ക് പണി തന്നു. സാരമില്ല, ഇനിയിപ്പോൾ ബാക്കി എക്സാമുകളുണ്ടല്ലോ. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് നല്ല എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. ഹിസ്റ്ററി നിങ്ങൾ NIOSൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാം, മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടും. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇതുവരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ടീച്ചേഴ്സിന് പോലും അറിയില്ല ഇങ്ങനൊരു ക്വസ്റ്റ്യൻ. കാരണം നിങ്ങൾക്ക് മുന്നേയുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് സാധാരണ ഉണ്ടായിട്ടുള്ളത്. ഇത് ഇത്രയും പ്രയാസമുള്ളൊരു ക്വസ്റ്റ്യൻ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതിനെ എന്തായാലും അതിനൊരിതായിട്ട് പൊളിറ്റിക്കൽ സയൻസ്, അതായത് ഹിസ്റ്ററിയിൽ മുഴുവൻ പഠിച്ചിട്ട് പോയ ടെക്സ്റ്റും ഗൈഡും നോട്ട്സും ഒക്കെ ഉപയോഗിച്ച് പുസ്തകപ്പുഴുക്കളായിട്ട് മുഴുവൻ പഠിച്ച കുട്ടികൾക്ക് വരെ ഏറ്റവും പ്രയാസമായിരുന്നു ഹിസ്റ്ററി എക്സാം. അപ്പം പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നും പഠിച്ചിട്ട് പോയ ഒരു പ്രയാസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, വരാനിരിക്കുന്ന എക്സാമുകൾ നന്നായിട്ട് എഴുതുക. എന്താണ്, നമ്മളെ പൊളിറ്റിക്കൽ സയൻസ് നിങ്ങൾക്ക് നല്ല എളുപ്പമായിരുന്നു അല്ലേ? പലരും കമൻസുകളിലൂടെ എന്താണ് ക്ലാസ്സുകൾ ഉപയോഗപ്പെട്ടു എന്നും, അതുപോലെ തന്നെ എക്സാം ഹാളിൽ ഇരുന്ന് ടീച്ചറിൻ്റെ ക്ലാസ് കാണുകയാണ്, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ക്ലാസ് ലാസ്റ്റ് എക്സാമിന് കയറുന്നതിന് മുന്നേ ടീച്ചറിൻ്റെ ക്ലാസ്സുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളിൽ പലരും കമൻറ്റുകളായി അറിയിച്ചപ്പോൾ ഇതിൽ കൂടുതലൊരു അംഗീകാരമൊന്നും എനിക്ക് കിട്ടാനില്ല. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ ഓരോ വാക്കുകൾ. നിങ്ങളെ ഞാൻ എത്ര എക്സാം സമയത്ത് നിങ്ങളെ ഞാൻ ഇത്ര സപ്പോർട്ട് ചെയ്തോ അതിൻ്റെ ഇരട്ടി സപ്പോർട്ട്, അതായത് 100 ഇരട്ടി സപ്പോർട്ടാണ് നിങ്ങൾ എൻ്റെ വിദ്യാർത്ഥികൾ എനിക്ക് നമ്മുടെ ചാനലിന് തന്നുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്താണ്, ഇത് ഓരോ ടീച്ചേഴ്സും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് അതിനുള്ള ഒരു പ്രതിഫലം, അത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അവരിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതും ഞാൻ നിങ്ങളെ ഇപ്പോൾ അറിയിക്കുകയാണ്. ഇനി നമ്മുടെ മുന്നിൽ സോഷ്യോളജിയുടെ എക്സാമാണുള്ളത്. അപ്പോൾ സോഷ്യോളജിയുടെ എക്സാമിന് 100 മാർക്കിൽ ഞാനിപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷണൽ മൊഡ്യൂൾ ആദ്യം എടുക്കാം. അതിൽ നിന്നും പ്രധാനപ്പെട്ട 15 മാർക്കിനാണ് നിങ്ങളുടെ ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ, അതുപോലെ 1 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യനും ഉണ്ടാവും. അപ്പോൾ 15 മാർക്ക്. ആ 15 മാർക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ വളരെ കുറച്ച് മാർക്ക് പോയാലും 15 മാർക്കിനുള്ളതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോയിലൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതായത് നിങ്ങളെ 6 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എക്സാമിനുള്ളൂ എങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഒരു 10-15 ക്വസ്റ്റ്യനോളെങ്കിലും പഠിച്ചു വയ്ക്കാം. ഏതെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം. പിന്നെ ഒരു കാര്യം, ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ആരും എഴുതാനിരിക്കരുത്. കാരണം ഹിസ്റ്ററി നമുക്ക് തന്നത് അറിയാമല്ലോ, ഒരു പാഠമാണത് അല്ലേ? അതുകൊണ്ട് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടാമോ അത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഞാൻ പറഞ്ഞിരുന്നത് മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോയിട്ട് ടീച്ചറെ സോഷ്യോളജിയുടെ എക്സാം ഞങ്ങൾക്കൊന്നും എഴുതാൻ കഴിഞ്ഞില്ല എന്നൊരു പരാതി വരരുത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുപോകുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും അടുത്ത് വരാനിരിക്കുന്ന എക്സാമുകൾ നന്നായിരിക്കട്ടെ. ഇനി നമുക്ക് സോഷ്യോളജിയുടെ ക്ലാസ്സിലേക്ക് പോകാം. സോഷ്യോളജിയിലെ സ്റ്റാറ്റസ് ഓഫ് വിമൻ, അതാണ് നമ്മൾ ഓപ്ഷണൽ മൊഡ്യൂൾ സെലക്ട് ചെയ്തിരിക്കുന്നത് പഠിക്കാനായിട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഞാൻ വീഡിയോസ് ഇടുന്നു ശരിയാണ്, അത് മാത്രം ആശ്രയിച്ചിരിക്കേണ്ട. എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എന്തെല്ലാം സാധ്യതകൾ കിട്ടുന്നുവോ അതെല്ലാം കളക്ട് ചെയ്ത് പഠിക്കുക. കാരണം ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് കിട്ടിയ പാഠമാണല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, ഹിസ്റ്ററിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഹിസ്റ്ററി എവിടെ നിന്ന് ചോദിക്കുന്നത് നമുക്കൊരു അതിനെക്കുറിച്ച് ഒരറിവ്, അത്രയ്ക്ക് മാത്രം സിലബസ് ഉണ്ടായിരുന്നു. പിന്നെ പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയൊക്കെ അത്രത്തോളം നിങ്ങൾക്ക് അറിയാം, ടെക്സ്റ്റും ഗൈഡും ഒക്കെ ഉള്ളവർക്കറിയാം. അത്രത്തോളം പഠിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇങ്ങനെയുള്ള 6 മാർക്കിൻ്റെയും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചാൽ തന്നെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നിങ്ങൾക്ക് ലഭ്യമാവുന്നതെല്ലാം നിങ്ങൾ പഠിക്കുക. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ എന്ന് വിചാരിക്കേണ്ട. ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. 1 മാർക്കായാലും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പം ഞാൻ 1 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ 4 മാർക്കിൻ്റേത്, 8 മാർക്കിൻ്റേത്,
പിന്നെ നമുക്ക് ഓപ്ഷണൽ മൊഡ്യൂൾ അല്ലാതെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ എന്തായാലും നിങ്ങൾക്കൊരു 4-5 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. എക്സാമിന് ഇനി ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് 4-5 ദിവസമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളെ ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ സ്റ്റാർട്ടഡ് ദ ഫസ്റ്റ് സ്കൂൾ ഫോർ ദളിത് ഗേൾസ് ഇൻ മഹാരാഷ്ട്ര? മഹാരാഷ്ട്രയിൽ ആരാണ് ആദ്യമായി ദളിത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചത്? ജ്യോതിറാവ് ഫുലെ. ഇത് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്ത് വെച്ചേക്കുക. ജ്യോതിറാവ് ഫുലെയാണ് മഹാരാഷ്ട്രയിൽ ദളിത് പെൺകുട്ടികൾക്കായിട്ട് ആദ്യമായൊരു സ്കൂൾ സ്ഥാപിക്കുന്നത്. ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫീമെയിൽ ലിറ്ററസി റേറ്റ് അക്കോർഡിംഗ് ടു സെൻസസ് ഓഫ് 2001? 2001 സെൻസസ് പ്രകാരം ഫീമെയിൽ ലിറ്ററസി റേറ്റ്, സ്ത്രീ സാക്ഷരത എത്രയാണ് എന്നാണ്. 54.16. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കം ഇൻ ടു എക്സിസ്റ്റൻസ്? അപ്പോൾ 1950 ജനുവരി 26, 1950 ജനുവരി 26 നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ്, അതാണ് ഞാൻ അതിൻ്റെ മീനിങ് പറയാതിരുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. നാലാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദ ബ്രിട്ടീഷേഴ്സ് കം ടു ഇന്ത്യ? വെൻ ഡിഡ് ദ ബ്രിട്ടീഷേഴ്സ് കം ടു ഇന്ത്യ? എന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത്? 1608 ഓഗസ്റ്റ് 24 ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് ആദ്യമായി വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വാസ് പാസ്ഡ്? ഏത് വർഷമാണ് സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കപ്പെട്ടത്? സ്ത്രീധന നിരോധന നിയമം 1961. ആറാമത്തെ ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ സ്പെഷ്യൽ മാരേജ് ആക്ട് പാസ്ഡ്? എന്നാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് നിലവിൽ വന്നത്? 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് നിലവിൽ വരുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വെൻ വാസ് സതി പ്രൊഹിബിഷൻ ആക്ട് പാസ്ഡ്? എന്നാണ് സതി നിരോധന നിയമം നിലവിൽ വരുന്നത്? നമുക്കറിയാം 1987 സതി പ്രൊഹിബിഷൻ ആക്ട് നിലവിൽ വരുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ അബോളിഷ്ഡ് സതി? ആരാണ് സതി സമ്പ്രദായം അബോളിഷ് ചെയ്ത് നിർത്തലാക്കുന്നത്? രാജാറാം മോഹൻ റായ് ആണ് സതി സമ്പ്രദായം നിർത്തലാക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോർഡ് വില്യം ബെൻഡിക്. വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ സഹായത്താലാണ് രാജാറാം മോഹൻ റായ് സതി സമ്പ്രദായം നിർത്തലാക്കുന്നത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദ ഫാമിലി കോർട്സ് ആക്ട് സ്റ്റാർട്ട്? എന്നാണ് ഫാമിലി കോടതി കുടുംബ കോടതികൾ അല്ലെങ്കിൽ കുടുംബ കോടതി നിയമം ഫാമിലി കോർട്ട് ആക്ട് നിലവിൽ വന്നത്? 1984. പത്താമത്തെ ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ ഈക്വൽ വേജസ് ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ്? ഈക്വൽ വേജസ്, തുല്യമായ കൂലി അതായത് സ്ത്രീക്കും പുരുഷനും തുല്യമായ വേതനം, ആ നിയമം ഈക്വൽ വേജസ് ആക്ട് നിലവിൽ വരുന്നത് 1976. ഈ 10 ക്വസ്റ്റ്യനും ഞാൻ വെറുതെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങളത് നിസ്സാരമായിട്ട് കാണണ്ട. 1 മാർക്കായാലും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ച് വയ്ക്കുക. തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട ബാക്കി 2 മാർക്കിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ.